ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. രാഹുലിനെതിരെ ബംഗളൂരു സ്വദേശിയായ 23-കാരി നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. കിഫ്ബി മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് ED അയച്ച കാരണം കാണിക്കൽ നോട്ടീസ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ. ED നടപടിയിൽ വിശ്വാസമില്ലെന്ന് മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. തൃശൂരിൽ റൂട്ട് തെറ്റിച്ച് സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. 11 ബസ്സുകൾക്കെതിരെയാണ് നടപടിയെടുത്തത്. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശി ആസിഫയാണ് മരിച്ചത്. ചേലക്കര ഉതുവടിയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 13 പേർക്ക് പരിക്ക്. പുതുക്കാട് PSC ചോദ്യപേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ജില്ലയിൽ നടന്ന PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കേസ് തുടർവാദത്തിനായി നാളത്തേക്ക് മാറ്റി. എന്നാൽ കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. സെഷൻസ് കോടതിയിലെ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ജാമ്യാപേക്ഷയിലെ വാദം നടന്നത്. വാദപ്രതിവാദങ്ങൾ കേട്ട കോടതി പ്രോസിക്യൂഷനോട് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മറ്റ് തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷനും വാദിച്ചു. നിലവിൽ 7 ദിവസമായി രാഹുൽ ഒളിവിൽ തുടരുകയാണ്. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പ്രതിഭാഗം വാദിച്ചുവെങ്കിലും ഇക്കാര്യത്തിൽ കോടതി തീർപ്പ് പറഞ്ഞിട്ടില്ല. അറസ്റ്റിന് തടസ്സമില്ലെങ്കിലും ജാമ്യാപേക്ഷയിൽ വ്യാഴാഴ്ചയായിരിക്കും കോടതി വിധി പറയുക. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബംഗളൂരു സ്വദേശിനി നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിക്ക് ED നോട്ടീസ് അയച്ചത് തെരഞ്ഞെടുപ്പിൽ CPM-നെ സഹായിക്കാനാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ CPM-BJP അന്തർധാര ശക്തമായതിനാൽ സർക്കാരിനെതിരായ ED കേസുകൾ ആവിയായി പോകുമെന്നും ചെന്നിത്തല പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിന്റെ വോട്ട് വൈബ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പിൽ പങ്കാളികളായ ആളുകളെ ജയിലിലടച്ചത് മാത്രമല്ല, ഇനിയും മന്ത്രിമാരടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് മന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ കാലതാമസം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇതെല്ലാം മന്ത്രിമാരുടെ അറിവോടെ തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയരായിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ശബരിമലയിലെ കോടാനുകൂടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തത്തക്ക നിലയിലുള്ള ഈ വലിയ ഒരു കൊള്ള നടന്നിട്ട് ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരാളിനെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ CPM നേതൃത്വം തയ്യാറാകാത്തത് ദുരൂഹമായ ഒരു കാര്യമാണ്. പാർട്ടി നടപടി സ്വീകരിച്ചാൽ അവരിനിയും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കുമോ പാർട്ടി നടപടി സ്വീകരിക്കാത്തത്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലായ CPM നേതാക്കൾ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്ന ഭയമാണ് അവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കാതിരിക്കാൻ കാരണം. മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ അറിവോടെയാണ് കോടിക്കണക്കിന് ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. അതിനാൽ ഈ കേസിൽ മന്ത്രിമാരെ ചോദ്യം ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കേരളത്തിലെ ബാങ്കുകളിൽ നിന്ന് 6 മുതൽ 8% വരെ നിരക്കിൽ വായ്പ ലഭ്യമാണെന്നിരിക്കെ 9.72% പലിശ നിരക്കിൽ മസാല ബോണ്ട് വാങ്ങിയ നടപടി അഴിമതിയാണ്. ആ സംഖ്യയുടെ ഭീമമായ ഭാഗം വിനിയോഗിച്ച് സ്ഥലം വാങ്ങിയതിലൂടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് സർക്കാർ ചെയ്തതെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. 2250 കോടി രൂപ നമ്മൾ വായ്പ എടുത്തപ്പോൾ 1035 കോടി രൂപ ലോണായി നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന വലിയ ഭാരം കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത് ലാവ്ലിൻ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴും ഈ ഇടപാടിൽ ലാവ്ലിൻ മണക്കുന്നുണ്ട്. അപ്പോൾ EDയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ED നോട്ടീസ് അയക്കുന്നത് CPM-നെ സഹായിക്കാനാണ് എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം.
ഒന്ന് ലാവലിനുമായി ബന്ധപ്പെട്ട CDPQവിൻ്റെ ഈ മസാല ബോണ്ട് വിൽപ്പന അഴിമതിയാണ്, അത് കൊള്ളയാണ്. 2, ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് CPMനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഹായിക്കാനാണ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. TCV തൃശൂർ. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ED അന്വേഷിച്ചാൽ CPMന്റെ കുറേ നേതാക്കൾ കൂടി ജയിലിലാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ പറഞ്ഞു. മുൻ ദേവസ്വം മന്ത്രിയെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ED ചോദ്യം ചെയ്യണമെന്നും MM ഹസൻ ആവശ്യപ്പെട്ടു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MM ഹസൻ. ED ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അയച്ച നോട്ടീസ് ഓലപ്പാമ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ ED ഇതുപോലൊരു നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ അതിന് ഫലം കിട്ടി. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതിന്റെ ഫലം അവർക്ക് കിട്ടുമായിരിക്കും. EDയുടെ നോട്ടീസിന് കടലാസിന്റെ വിലയേ ഉള്ളൂവെന്ന് MV ഗോവിന്ദൻ പറഞ്ഞതോടെ എല്ലാം വ്യക്തമായി. യഥാർത്ഥത്തിൽ ED അന്വേഷിക്കേണ്ടത് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട അഴിമതിയാണെന്നും ഹസൻ പറഞ്ഞു. ED ഇപ്പോ മുഖ്യമന്ത്രിക്ക് അയച്ച നോട്ടീസ് വെറും ഒരു ഓലപ്പാമ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഇതുപോലെ കരുവന്നൂർ ബാങ്കിന് ഒരു ED അയച്ചു. ആ ED അയച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ അതിന് ഫലം കിട്ടി ഇല്ലേ? ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ച് LDFനെ ഒന്ന് ഭീഷണിപ്പെടുത്തി. ഗോവിന്ദൻ മാഷ് പറഞ്ഞതോടുകൂടി ക്ലിയറായി. കാരണം ഇതിന് ഒരു കടലാസിന്റെ വിലയേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ED അന്വേഷിക്കേണ്ടത് മസാല ബോണ്ട്. ED അത് അന്വേഷിക്കാൻ തയ്യാറില്ല. EDക്ക് ശബരിമല സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കാം, അവർക്ക് അന്വേഷിക്കാനുള്ള അവകാശം നൽകിയിരിക്കുക. അതുകൊണ്ട് ED അന്വേഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്സിസ്റ്റ് നേതാക്കന്മാർ ജയിലിലാവും എന്ന് ഉറപ്പുണ്ട്. ഇതിൽ പാർട്ടിക്കുള്ള പങ്കും പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയത്തിൽ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമില്ല. ശക്തമായ നടപടിയെടുത്തു. അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അവർ സ്വമേധയാ കൊടുത്തതാണോ സമ്മർദ്ദങ്ങളെ തുടർന്നാണോ എന്നത് വിഷയമല്ല. മുൻപ് ലൈംഗികാരോപണം നേരിട്ട ഇടത് MLAമാർ നിയമസഭയിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും MM ഹസൻ പറഞ്ഞു. TCV തൃശൂർ. തൃശൂരിൽ റൂട്ട് തെറ്റിച്ച് സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. ഇരിഞ്ഞാലക്കുട തൃപ്രയാർ റൂട്ടിലോടുന്ന ബസ്സുകൾ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാതെ മെട്രോ ആശുപത്രിക്ക് സമീപം യാത്രക്കാരെ ഇറക്കി സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയത്. 11 ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തു. 1,04,000 രൂപ പിഴ ഈടാക്കി. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. അവിട്ടത്തൂർ സ്കൂളിന് സമീപമായിരുന്നു അപകടം. കൊറ്റനെല്ലൂർ പട്ടേപ്പാടം സ്വദേശി മംഗലത്തറ വീട്ടിൽ 38 വയസ്സുള്ള ആസിഫയാണ് മരിച്ചത്. ഇസാഫ് ബാങ്കിന്റെ ചേർപ്പ് ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജറാണ് ആസിഫ. ആളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചേലക്കര ഉതുവടിയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും തിരുവല്ലുവമലയിലേക്കുള്ള സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഡ്രൈവറെ പുറത്തെടുക്കാൻ സാധിക്കാത്ത വിധം ക്യാബിനിൽ കുടുങ്ങിയത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് സംസ്ഥാനപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കാളത്തോട് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ബൈക്കുകളിൽ ഇടിച്ച് സ്ഥാനാർത്ഥി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കോർപ്പറേഷൻ പറവട്ടാനി ഡിവിഷൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി ടോണി കാവുങ്കൽ, ഭാര്യ LC ടോണി, പ്രവർത്തകരായ രാജീവ്, ഭാര്യ ടിനി രാജീവ് എന്നിവർക്കാണ് പരിക്കേറ്റത്.
കാലിന് ഗുരുതരമായി പരിക്കേറ്റ ടോണിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് 2 ബൈക്കുകളിലായി മടങ്ങുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. പുതുക്കാട് മറവാഞ്ചേരിയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ചെങ്ങാലൂർ സ്വദേശികളായ 2 കാർ യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. മുപ്പളിയത്ത് നിന്ന് പുതുക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന അരങ്ങത്ത് ബസ്സിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ വാഹനങ്ങളുടെ മുൻവശം തകർന്നു. പുതുക്കാട് കെട്ടുകണക്കിന് PSC ചോദ്യപേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ജില്ലയിൽ വിവിധ സെന്ററുകളിൽ നടന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് പാഴായി റോഡിലെ അരമന പാലത്തിനു സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ നാട്ടുകാരാണ് റോഡിൽ കിടക്കുന്ന PSC ചോദ്യപേപ്പറുകൾ കണ്ടത്. 2025 സെപ്റ്റംബറിൽ PSC നടത്തിയ വിവിധ തസ്തികകളിലേക്കുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് റോഡിൽ നിന്നും ലഭിച്ചത്. പരീക്ഷയ്ക്ക് ശേഷം ബാക്കിവരുന്ന ചോദ്യപേപ്പറുകൾ അതാത് PSC ജില്ലാ ഓഫീസുകളിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ ജില്ലയിലെ ബാക്കിവരുന്ന ചോദ്യപേപ്പറുകൾ കരാറുകാർക്ക് കൈമാറും. കരാറുകാർ ചോദ്യപേപ്പറുകൾ തിരുവനന്തപുരത്തുള്ള PSC ഓഫീസിൽ എത്തിക്കണം. ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിൽ നിന്ന് വീണുപോയതാകാമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. കളഞ്ഞുകിട്ടിയ ചോദ്യപേപ്പറുകൾ പുതുക്കാട് സ്റ്റേഷനിലേക്ക് മാറ്റി. വർഷങ്ങളായുള്ള വെള്ളക്കെട്ടിന് പരിഹാരമായില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളോടായി തൃശൂർ കുരിയച്ചിറ നിവാസികൾക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം പെയ്ത ചെറിയൊരു ചാറ്റൽ മഴയിലെ അവസ്ഥയാണിത്. തൃശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കുരിയച്ചിറ സെന്റ് ആന്റണി സ്ട്രീറ്റിലെ സെക്കൻഡ് ബൈലൈനിലെ കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. 2 മഴ ഇപ്പൊ ഉണങ്ങി കിടക്കുന്ന റോട്ടിൽ പെയ്തതാണ് ഇപ്പൊ കണ്ണ വെള്ളം. നല്ല മഴക്കാലത്ത് മുട്ടുവരെ നിറച്ച് വെള്ളമായിരിക്കും. വെള്ളത്തിൽ പാമ്പുണ്ടാവും, ഒച്ചു വരും. ഇത്തിരി കഴിഞ്ഞാൽ ഭയങ്കര വഴുക്കിലായിരിക്കും. അപ്പോൾ എല്ലാവരും കാല് തെറ്റി സ്കൂട്ടറിനെ സ്കിഡ് ചെയ്ത് വീഴാറുണ്ട്. വൈകുന്നേരം കഴിഞ്ഞാൽ ജോലിക്ക് പോയവർക്കൊക്കെ തിരിച്ചു വരാൻ പേടിയാണ്. പരിഹാരത്തിനായി അഴുക്കുചാൽ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടിലേറെക്കാലത്തെ പഴക്കമുണ്ട്. 15 വർഷമായിട്ടുള്ള പ്രശ്നമാണ്. ഇന്നലത്തെ പ്രശ്നമല്ല. മിനിഞ്ഞാന്ന് പെയ്ത വെള്ളമാണ് ഇപ്പോൾ കാണുന്നത് മുഴുവൻ. ജനങ്ങൾ ഇവിടുത്തെ വണ്ടി ഉപയോഗിക്കുന്നവരും ബൈക്ക് ഉപയോഗിക്കുന്നവരും ഒക്കെ കൊല്ലത്തിൽ 4 ലക്ഷം 5 ലക്ഷം നന്നാക്കാൻ കൊണ്ടാണ് റിപ്പയറിന് വേണ്ടി കാശ് ചിലവാക്കണം. ഇവിടെ കിണറ്റിലെ വെള്ളം മുഴുവൻ കേടായി. 2-3 കിണറ്റിലെ വെള്ളം മുഴുവൻ ഈ കളറാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവര് ഡെങ്കിപ്പനി ആ പ്രദേശത്ത് 2-3 വീടുകളിലുണ്ടായി. ഒരു 6:45-7 മണി കഴിഞ്ഞ് വഴിക്ക് നടന്നു പോകാൻ പറ്റില്ലെന്നറിയാം. മൂർക്കം പാമ്പാ. കാരണം അവിടെ മുഴുവൻ പൊത്തുകളാണ് ആ സൈഡ് തിരിഞ്ഞിട്ട്. രാഷ്ട്രീയ ചേരിതിരിവും കേസുമെല്ലാമായി ഒന്നും നടന്നില്ലെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടുന്ന് ചാല് പിടിച്ചിട്ട് ആ റോഡ് അവിടെ ഗവൺമെന്റ് ചാലുണ്ടായിട്ട് ആ ചാലിലേക്ക് വെള്ളം ചെയ്യുന്നതിന് അവർ വന്നിട്ട് ഈ കോൺട്രാക്ടർ ഓടിച്ചു വിടുന്നു. ഒരു കാരണമില്ല. എന്നിട്ട് 2 പേരിലും കോർപ്പറേഷന്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളും ജോലിക്കായി പോകുന്നവരുമെല്ലാം ഈ ചെളിവെള്ളത്തിലൂടെ വേണം ഇപ്പോൾ നടന്നു നീങ്ങാൻ. ഒരു മഴ ചാറിയാൽ മതി, അപ്പോൾ വെള്ളക്കെട്ടായി. പലതവണയും ശരിയാക്കാന്ന് പറയും, ശരിയാക്കലില്ല എന്ന് മാത്രം. ദുരിതത്തിലാണ്. കാൽനട ഇരുചക്ര വാഹന യാത്രികർ വെള്ളക്കെട്ടിൽ തെന്നി വീഴുന്നതും പരിക്കേൽക്കുന്നതും പതിവാണ്. വെള്ളം ചവിട്ടാതെ വരാൻ വേണ്ടിയിട്ട് ആ കല്ലുമ്മ ചവിട്ടിയിട്ടാണ്. കല്ല് വഹിക്കപ്പോൾ വെള്ളത്തിൽ വീണിട്ട് 2 മാസമായി. ഇപ്പോ ഈ 2 മാസമായിട്ട് വന്ന മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അപ്പൊ അത് വളരെ പരിതാപകരമായിട്ടുള്ള സംഗതിയാണ് ഈ വെള്ളം നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ വോട്ടഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളോട് തങ്ങളുടെ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. പരിഹാരം ഉറപ്പു തരുന്നവർക്കാകും ഇക്കുറി വോട്ടെന്ന് ചിലർ. എന്നാൽ ആർക്ക് ചെയ്തിട്ടും കാര്യമില്ലെന്നും അതുകൊണ്ട് ബഹിഷ്കരണ മുന്നറിയിപ്പും മുന്നോട്ട് വെക്കുന്നവരുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ 19 വോട്ടുള്ള ആൾക്കാരുടെ ആർക്കും താല്പര്യം വോട്ട് ചെയ്യാൻ പോകാനായിട്ട്. ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് റോഡ് ശരിയാക്കാണ്ട് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രദേശത്ത് 17ഓളം കുടുംബങ്ങളിലായി 50ഓളം വോട്ടർമാരാണുള്ളത്. ഇതിനോടകം വാർത്തകളിൽ ഇടം പിടിച്ച ചൂടേറിയ മത്സരം നടക്കുന്ന കുരിയച്ചിറ ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഈ ഓരോ വോട്ടും വിലപിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ വോട്ട് തന്നെയാണ് ഇവിടെ ജനങ്ങളുടെ മൂർച്ചയേറിയ ആയുധമായി മാറുന്നത്. നിരവധി വർഷമായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഡ്രൈനേജ് സംവിധാനം ഒരുക്കുക എന്നുള്ളത്. വന്നുപോയ കൗൺസിലർമാരാരും അത് നടപ്പിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ ഇതുപോലെ വെള്ളക്കെട്ടിലാണ് ഈ പ്രദേശത്തുള്ളവർ. ക്യാമറമാൻ റോയ്ക്കൊപ്പം അബ്ജിത്ത് തലച്ചിറ, TCV. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ആൾതാമസമില്ലാത്ത വീട്ടിലെ മോട്ടോറും വാട്ടർ ടാപ്പുകളും മോഷണം പോയി. ചെമ്മനാട്ട് ബാസിലിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ബാസിലും കുടുംബവും വിദേശത്താണ്. സമീപത്ത് താമസിക്കുന്ന ബാസിലിന്റെ പിതാവ് ബഷീർ ടാങ്കിൽ വെള്ളം നിറയ്ക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി യുവാവ് ചാവക്കാട് പോലീസിന്റെ പിടിയിലായി. ഒരുമനയൂർ തൈക്കടവ് സ്വദേശി ശ്രീജേഷാണ് പിടിയിലായത്. 246 ഗ്രാം കഞ്ചാവും 40 ഗ്രാം ഹാഷിഷ് ഓയിലും പ്രതിയിൽ നിന്നും കണ്ടെടുത്തു. കഞ്ചാവ് തൂക്കിക്കൊടുക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും പ്രതിയിൽ നിന്നും കണ്ടെടുത്തു. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ സജിത് മോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീട് തകർന്നു. ചളിങ്ങാട് ഒറ്റത്തൈ സെന്ററിന് കിഴക്ക് പൂപ്പുള്ളി വീട്ടിൽ അബ്ദുൽ ഹക്കീം മൗലവിയുടെ വീടാണ് തകർന്നത്. ഓടിറ്റ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. സംഭവസമയം വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തൃശൂർ ജില്ലയിൽ വ്യാഴാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ തമിഴ്നാടിന് മുകളിൽ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതാണ് മഴയ്ക്ക് കാരണം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. തൃശൂർ കോർപ്പറേഷന്റെ 53-ാം ഡിവിഷനായ എൽത്തുരുത്തിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. മുന്നണികൾ വികസന വാഗ്ദാനങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളിലെ സമീപനങ്ങളും മുൻനിർത്തി വോട്ടർമാരുടെ മനസ്സ് കീഴടക്കാനുള്ള കടുത്ത മത്സരത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിലോട്ട് കടക്കുമ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് 53-ാം ഡിവിഷൻ എൽത്തുരുത്തിലാണ്. ഇവിടെ LDF, UDF, NDA സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. എൽത്തുരുത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജിൻസ് തട്ടിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണ്? തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണ്. ഞാനിവിടെ ഈ ഡിവിഷൻ്റെ കോൺഗ്രസിൻ്റെ 15 വർഷമായിട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. നിലവിൽ കോൺഗ്രസിൻ്റെ ഡിവിഷൻ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ കുറച്ച് വികസന ലക്ഷ്യങ്ങൾ എനിക്കുണ്ട്. ഇവിടെ ഒളരിയിൽ എൽത്തുരുത്തി ഡിവിഷനിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് കെട്ടിയിട്ടുണ്ട്. 10 വർഷമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ് ഉദ്ഘാടനം നിർവഹിച്ച ഒരു ബിൽഡിങ്ങാണത്. ഒളരിയുടെ എന്താ പറയുക, ശിരസ് എന്ന് പറയാം. ആ മാർക്കറ്റ് കെട്ടിടം 4 കോടി രൂപയോളം ചെലവഴിച്ച് പണിതാണ്. ഇതേവരെ അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ മത്സ്യ മാംസ മാർക്കറ്റ് അത് അതിൻ്റെ ഉള്ളിൽ ഭംഗിയായി പ്രവർത്തിക്കേണ്ടതാണ്. അത് റോഡരിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വീഴ്ച. അപ്പോൾ എനിക്ക് ജയിച്ചു വരാണെങ്കിൽ അത് പരിഹരിക്കാനും മാർക്കറ്റ് കെട്ടിടത്തിൻ്റെ പ്രശ്നങ്ങൾ തീർത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വ്യാപാര സ്ഥാപനങ്ങൾ കയറ്റാനും അവിടെ പ്രവർത്തനം ആരംഭിക്കാനും എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യമാണ്. പൊതുവായിട്ടൊരു കളിസ്ഥലം, ഒരു ഗ്രൗണ്ട്, അതിനുള്ള വിഭാവനം നമ്മളവിടെ ചെയ്യുന്നുണ്ട്. അമ്പാടിക്കുളം പരിസരത്ത് തന്നെ നമ്മുടെ ഡിവിഷൻ 53-ലേക്ക് ഉള്ള പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കായിക വിനോദത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല നല്ലൊരു ഗ്രൗണ്ട്, അത് എൻ്റെ വികസന സ്വപ്നമാണ്. പിന്നെ കുടിവെള്ള പദ്ധതിയിൽ പറഞ്ഞല്ലോ, UDF വലിയൊരു മാറ്റം കൊണ്ടുവരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഒരു സംശയവും. എൽത്തുരുത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാജി കുണ്ടോളിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എവിടെ വരെയായി? പ്രചരണം ഇപ്പോൾ 2ാം ഘട്ടം പൂർത്തീകരിക്കുകയാണ്. ഇനി 3ാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു. ആൾക്കാരുടെ ഭാഗത്തുള്ള പ്രതികരണം ഒക്കെ എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടാണ്. കാരണം മുൻപ് 10 വർഷക്കാലമായിട്ട് LDF ആണ് ഈ ഡിവിഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് LDF കൗൺസിലർമാർ നല്ല രീതിയിലുള്ള വികസനമാണ് നമ്മുടെ ഈ എൽത്തുരുത്ത് ഡിവിഷനിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് വോട്ടർമാരെ സമീപിക്കാൻ യാതൊരു മടിയും വേണ്ട. എല്ലാവരും നല്ല തികഞ്ഞ സപ്പോർട്ടിലാണ്. LDFന് തന്നെയാണെന്ന് ഉറക്കുന്നു. തീർച്ചയായിട്ടും തുടർ ഭരണം LDF തന്നെയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണോ? അല്ല, ഞാൻ 2010-ൽ മത്സരിച്ചിട്ടുണ്ട്. എന്തൊക്കെ വികസന പദ്ധതികളാണ് മുന്നിലുള്ളത്? പ്രധാനമായിട്ട് സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ടുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതികൾ, അവർക്ക് സ്വയം പര്യാപ്തത നേടുന്നതിനുള്ള പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുക. പിന്നെ സ്ത്രീകൾ എല്ലാവരുടെയും ഡിവിഷനിൽ എല്ലാവരുടെയും ആരോഗ്യത്തിന് സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്പൺ ജിമ്മുകൾ
അത് ഒരു സ്ഥലത്ത് മാത്രം ഓപ്പൺ ജിം എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം എലത്തുരുത്തി ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഡിവിഷനാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ജിം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ എത്തിച്ചേരുന്ന ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സെൻട്രലൈസ് ചെയ്തിട്ട് 2 ജിമ്മുകളാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള വിജയവും LDF തന്നെ എന്ന് വിശ്വസിക്കാം. തീർച്ചയായും ഓൾ കേരള ലെവലിൽ LDF വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നത് അത് അടുത്ത നിയമസഭാ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള LDF സർക്കാരിൻ്റെ മൂന്നാമത് കയറുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു ഇലക്ഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എൽത്തുരുത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സൗമ്യ സലീഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? നമുക്കിപ്പോൾ 2 റൗണ്ട് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 3ാം റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ 3 റൗണ്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസന പദ്ധതികൾ? ഇവിടെ സാധാരണ ജനങ്ങൾ കൂടുതലും പറയണത് റോഡിൻ്റെ പ്രശ്നങ്ങൾ, വഴിവിളക്കുകൾ, അതുപോലെ തന്നെ ഈ കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകളെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. കഴിഞ്ഞ കൗൺസിലർമാർ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ കൗൺസിലറായി വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും സാധാരണക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം. അതിനോടൊപ്പം തന്നെ യുവതലമുറയ്ക്കും സ്ത്രീകൾക്കും കുറച്ചും കൂടെ മുൻതൂക്കം കൊടുക്കണമെന്നാണ് നമ്മുടെ NDA സഖ്യത്തിന്റെ തീരുമാനം. 2ാം ഘട്ടം പ്രചരണം പൂർണ്ണമായിട്ടും കഴിഞ്ഞു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം? ജനങ്ങളുടെ ഭാഗത്ത് നല്ല പ്രതികരണം തന്നെയാണ്. എന്നോടൊപ്പം കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് അവർ എന്നോട് കൂടുതൽ സംസാരിക്കുന്നത്. ന്യൂനപക്ഷമാണ് കൂടുതൽ നമ്മുടെ കൂടെ നിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി LDFന്റെ തട്ടകമായി തുടരുന്ന 53ാം ഡിവിഷൻ എൽത്തുരുത്തിൽ ഇനി മത്സരത്തിൽ ആര് മുന്നിലെത്തുമെന്ന് കണ്ടറിയാം. എൽത്തുരുത്തിൽ നിന്നും ക്യാമറാമാൻ പ്രവീണിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാവിത്രി രാമചന്ദ്രൻ നാട്ടുകാർക്ക് പ്രിയങ്കരിയാണ്. ഇത് 3ാം തവണയാണ് പാറേരി വീട്ടിൽ സാവിത്രി ജനവിധി തേടുന്നത്. പ്രായം 67 പിന്നിട്ടെങ്കിലും തളരാത്ത പോരാട്ട വീര്യവുമായാണ് 13ാം വാർഡായ കിഴക്കുമുറിയിൽ വീണ്ടും സാവിത്രി രാമചന്ദ്രൻ മത്സരത്തിനിറങ്ങുന്നത്. കാലങ്ങളായി പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആഗ്രഹമാണ് സാവിത്രിക്കുള്ളത്. 4 പതിറ്റാണ്ടോളം വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരിയായിരുന്ന സാവിത്രി 2013-ലാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. തുടർന്ന് 2015-ൽ പാർട്ടിയുടെ ആവശ്യപ്രകാരം ആദ്യമായി മത്സരത്തിനിറങ്ങി. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2ാം തവണ വിജയിച്ചപ്പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. ജനങ്ങളുടെ ഏതാവശ്യത്തിനും മുന്നിൽ നിൽക്കുന്ന സാവിത്രി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണയും മത്സരത്തിനിറങ്ങുന്നത്. വിജയസാധ്യത കൂടുതലാണ്. നാട്ടിലെ ജനങ്ങളെ അത്രയ്ക്കധികം സ്നേഹിക്കുന്നുണ്ട് ഞാൻ, ജനങ്ങളെയും ജനങ്ങൾ എന്നെയും. അതുകൊണ്ടാണ് 3ാം തവണയും നിൽക്കുന്നത്. പൊതുവെ അവരിൽ ഒരാളായി മാറുകയാണ് ഞാൻ. അതുപോലെ മെമ്പറായിട്ടല്ല ഞാൻ എന്നെ കാണുന്നത്. ജനങ്ങളും എന്നെ ഒരു സഹോദരിയായിട്ട്, ഒരു അമ്മയായിട്ടാണ് അവർ കാണുന്നത്. എനിക്കും അങ്ങനെയാണ് ഇഷ്ടം. മെമ്പർ എന്ന് പറയാൻ എനിക്ക് താല്പര്യം കുറവാണ്. നിങ്ങളെന്നെ ചേച്ചിയെന്നോ അതുപോലെ അമ്മയെന്നോ ഒക്കെ വിളിച്ചാൽ മതി. എനിക്ക് നിങ്ങളിൽ ഒരാളായി മാറാനാണ് ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ പെരുമാറുന്നത്. ഏതൊരാവശ്യത്തിനും പാതിരാത്രിയിൽ പോലും വെളിപ്പുറത്തെത്തുന്ന സാവിത്രി രാമചന്ദ്രൻ പൊതുപ്രവർത്തകർക്ക് മാതൃകയാണ്. കോവിഡ് കാലത്ത് അതിഥി തൊഴിലാളിയുടെ പ്രസവത്തിന് അവരോടൊപ്പം 5 ദിവസം ജില്ലാ ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരിയായതും ഈ ജനപ്രതിനിധിയാണ്. AIYF ജില്ലാ സെക്രട്ടറിയായ പ്രസാദ് പറയേരിയുടെ മാതാവാണ് സാവിത്രി രാമചന്ദ്രൻ. TCV ന്യൂസ്, തൃശൂർ. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് സഹോദരീ സഹോദരന്മാരാണ്. 7, 13 വാർഡുകളിലായി മത്സരിക്കുന്ന സഹോദരങ്ങൾക്ക് ഇത് കന്നിയംഗം കൂടിയാണ്. കൈപ്പറമ്പ് പഞ്ചായത്തിലെ 2 വാർഡുകളിലേക്ക് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് സഹോദരിയും സഹോദരനുമാണ്. ഇവർ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് മത്സരത്തിനായി ഇറങ്ങുന്നത്. പേരാമംഗലം സ്വദേശി ചിറ്റിലപ്പള്ളി ജോണി ബേബി ദമ്പതികളുടെ മക്കളായ നെൽസൺ ചിറ്റിലപ്പള്ളിയും സിൻസി റിജോയുമാണ് ഈ സ്ഥാനാർത്ഥികൾ. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ സംഘടനാ പ്രവർത്തന രംഗത്തുള്ള നെൽസൺ ഡ്രൈവർ ജോലിയും രാഷ്ട്രീയ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നയാളാണ്. പേരാമംഗലം കിഴക്ക് 13ാം വാർഡിലാണ് നെൽസൺ ജനവിധി തേടുന്നത്. വാർഡിലെ ഒരു 15 കൊല്ലമായിട്ടും UDFന്റെ ഒരു വാർഡാണ്. അപ്പോൾ അവിടെ വന്നിട്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുറത്താണ് ഈ വാർഡിൻ്റെ വികസനം നടക്കുന്നത്. അത് മാറി എല്ലാ ജനങ്ങൾക്കും വികസനം വേണമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മാറ്റം എന്തായാലും ഈ വാർഡിൽ കാണാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഇലക്ഷൻ നിൽക്കുന്നതെങ്കിലും ഇവിടെ വ്യക്തിപരമായിട്ടും ഓരോരുത്തരെ അറിയാവുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു പ്രചോദനം നമുക്കുണ്ട്. ജയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കൈപ്പറമ്പ് പഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ കമ്മ്യൂണിറ്റി അംബാസഡറായ സിൻസി ബിരുദാനന്തര ബിരുദധാരിയാണ്. LDF സ്വതന്ത്രയായ സിൻസി 7ാം വാർഡ് മുണ്ടൂർ സെന്ററിൽ
TV ചിഹ്നത്തിൽ മത്സരിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. പ്രതീക്ഷയുണ്ട് നമുക്ക്. നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളോട് നല്ല താല്പര്യമാണുള്ളത്. CDSൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കമ്മ്യൂണിറ്റി അംബാസിഡറായിട്ടാണ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത്. യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുക എന്ന രീതിക്കുള്ള വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിരുന്നു വിജ്ഞാന കേരളം. അതിൽ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് സോഷ്യൽ രംഗത്ത് പ്രവർത്തിക്കണമെന്നൊരു ബോധമുണ്ടായി. നമ്മളെ പാർട്ടി നമ്മളോട് ഇങ്ങനൊരു കാര്യം ചോദിച്ചപ്പോൾ നമുക്ക് പ്രവർത്തിച്ച് നോക്കാം എന്നൊരു സങ്കല്പത്തിലാണ് നമ്മളിപ്പോൾ ഈ രംഗത്തിലേക്ക് മുന്നോട്ട് വന്നത്. 2 വാർഡുകളിലായി സഹോദരി സഹോദരന്മാരെ മത്സരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമാവുകയാണ് കൈപ്പറമ്പ് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ്. പേരാമംഗലത്ത് നിന്നും ക്യാമറാമാൻ റോയ്ക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. വേലൂർ പഞ്ചായത്തിൽ ഭരണത്തിനായി മുന്നണികൾ തമ്മിൽ ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഇരുമുന്നണികൾക്കും സ്വാധീനമുള്ള പഞ്ചായത്താണെങ്കിലും കഴിഞ്ഞ 2 തവണയും LDF ആണ് ഭരണം കൈയാളുന്നത്. 2 ഭരണസമിതിയിലും BJP അംഗങ്ങളുണ്ടായിരുന്നു എന്നതും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. മഹാനായ അർണോസ് പാദ്രിയുടെ കാൽപാദം പതിഞ്ഞ മണ്ണ്, മാറുമറയ്ക്കൽ സമരം, കനാൽ സമരം, ഭൂസമരം തുടങ്ങി ഒട്ടനവധി വിപ്ലവ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാട്. കലയും രാഷ്ട്രീയവും ഇഴചേർന്ന് കിടക്കുന്ന വേലൂർ പഞ്ചായത്ത് ഭരണത്തിനായി മുന്നണികൾ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത്. കലാഗ്രാമമായ വേലൂർ പ്രസിദ്ധരായ ഒട്ടനവധി കലാസാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയിട്ടുണ്ട്. വിപ്ലവ സമര പോരാട്ടങ്ങളുടെ ഭൂമികയായതിനാൽ ഇവിടുത്തെ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും കൂടുതലാണ്. LDFനും UDFനും BJPക്കും ഒരുപോലെ വേരോട്ടമുള്ള മണ്ണാണിപ്പോൾ വേലൂർ. അതിനാൽ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് ഭൂരിഭാഗം വാർഡുകളിലും നടക്കുന്നത്. UDFും LDFും മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 2 തവണ തുടർച്ചയായി പഞ്ചായത്ത് ഭരണം കൈയാളിയത് LDF ആണ്. 2020 LDF 9, UDF 7, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ 10 വർഷത്തെ വികസനത്തിന്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF തെരഞ്ഞെടുപ്പിന് നേടുന്നത്. വേലൂർ പഞ്ചായത്തിലെ ഭരണം 10 വർഷം പിന്നിടുകയാണ്. ഈ 10 വർഷം പിന്നിടുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ സമഗ്ര വികസനത്തിൻ്റെ 10 വർഷങ്ങളാണ്. അത് ഒരു മേഖല എന്നുള്ളതല്ല, എല്ലാ മേഖലകളിലും സമഗ്രമായ പുരോഗതി കൊണ്ടുവരാൻ ഈ ഭരണസമിതികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ യാഥാർത്ഥ്യകരമായ ഒരു കാര്യം. വേലൂരിൻ്റെ സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഭരണസമിതി കഴിഞ്ഞ 10 വർഷങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഏറെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് വേലൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത്, ഞങ്ങൾ നേരിടുന്നു. എന്നാൽ 10 വർഷത്തെ LDF ഭരണം വലിയ പരാജയമായിരുന്നെന്നും സർവ്വ മേഖലയിലും വികസന മുരടിപ്പാണ് സൃഷ്ടിച്ചതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. 2020 വേലൂർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വേലൂരിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ രീതിയിൽ പറഞ്ഞ് കൊട്ടിഘോഷിച്ച ജനങ്ങൾക്കും കൃഷിക്കാർക്കും ഏറെ ആവശ്യമുള്ള കിടായിപ്പാടം പദ്ധതി വെള്ളത്തിലായത് നമ്മളൊക്കെ കണ്ടാവും. അതുപോലെ തന്നെ ഈ വേലൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുക. ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ട റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ കരാറുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോലും ഈ ഭരണസമിതി ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വിഷമമുള്ള ഒരു പദ്ധതിയായിട്ടിരിക്കുന്നത്. നമുക്കറിയാം 2015 മുതൽ ഈ വേലൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. പക്ഷെ 10 വർഷമായിട്ടും വേലൂരിന്റെ വികസനം 10 വർഷം അല്ല 20 വർഷം പിന്നോട്ട് പോയി എന്ന് ഇവിടുത്തെ ആർക്കും നോക്കിക്കഴിഞ്ഞാലും കാണാവുന്ന അവസ്ഥയാണ്. പഞ്ചായത്ത് മാറി മാറി ഭരിച്ച LDFും UDFും ജനദ്രോഹ ഭരണമാണ് കാഴ്ചവെച്ചതെന്നും എടുത്തു പറയാൻ കഴിയുന്ന ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും ഇല്ലെന്നും BJP ആരോപിക്കുന്നു. വേലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തകർന്നടിഞ്ഞ റോഡുകളാണ്. അതിനൊരു എക്സാമ്പിളാണ് ചുങ്കം മുണ്ടൂർ റോഡ്. അതുപോലെ തന്നെ പൂർത്തീകരിക്കാത്ത ജൽജീവൻ മിഷൻ പദ്ധതി. നമ്മുടെ റോഡുകളൊക്കെ കുത്തിപ്പൊളിച്ച് പൈപ്പുകൾ ഇട്ടുപോയിട്ട് മെയിൻറ്റെയിൻസ് വർക്കിന് ഫണ്ട് ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാതെ റീടാറിങ്ങിനായിട്ട് ടെൻഡർ കഴിഞ്ഞിട്ടുള്ള റോഡുകൾ ബാക്കിയായി കിടക്കുകയാണ്. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത കുടുംബങ്ങൾ ഇനിയും ബാക്കിയായി നിൽക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ജനദ്രോഹപരമായ കാര്യങ്ങൾ മാത്രമാണ് LDF ഭരണസമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്കിതിനെ മുന്നോട്ട് വന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇതിനൊരു മറുപടിയായി തന്നുകൊണ്ട് തന്നെ ഭരണസമിതി പിടിച്ചെടുക്കുമെന്ന് പറയും. തുടർ ഭരണം ലഭിക്കുമെന്ന് LDFും എന്നാൽ ജനദ്രോഹ ഭരണത്താൽ ഇത്തവണത്തെ ജനവിധി അനുകൂലമാകുമെന്ന് UDFും കഴിഞ്ഞ തവണ അപേക്ഷിച്ച് ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് BJPയും അവകാശപ്പെടുന്നു. പോരാട്ട വീര്യമുള്ള മണ്ണാണ് വേലൂർ പഞ്ചായത്ത്. ഭരണ മികവുകൾ ഉയർത്തിക്കാട്ടി തുടർ ഭരണത്തിനായി LDF ശ്രമിക്കുമ്പോൾ ഭരണകോട്ടങ്ങൾ എടുത്തു പറഞ്ഞ് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് UDF. നില കൂടുതൽ മെച്ചപ്പെടുത്തി ഭരണസമിതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് BJPയും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി.
നഗരസഭയിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് 16-ാം വാർഡായ ചാവക്കാട് ടൗൺ. തുടർച്ചയായി 20 വർഷക്കാലം LDF പ്രതിനിധാനം ചെയ്യുന്ന വാർഡ് പിടിക്കാൻ ശക്തമായ പോരാട്ടത്തിലാണ് UDF. മുൻ നഗരസഭാ കൗൺസിലറും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ AH അക്ബറാണ് LDF സ്ഥാനാർത്ഥി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും റൂറൽ ബാങ്ക് ഡയറക്ടറുമായ RK നൌഷാദിനെയാണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. AK വേലായുധനാണ് BJP സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയായ AH അക്ബർ 3-ാം മത്സരത്തിനാണ് ഇറങ്ങുന്നത്. 2005-ലും 2015-ലും ഈ വാർഡിൽ നിന്ന് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വളരെ പിന്നോക്കാവസ്ഥയിലുണ്ടായിരുന്ന വാർഡിൽ ഇടതുപക്ഷ കൗൺസിലർമാരുടെ വികസന പ്രവർത്തനം മൂലം വലിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് AH അക്ബർ പറഞ്ഞു. 2005-ലും 2015-ലും ഞാനിവിടെ മത്സരിച്ചതാണ്. ഇവിടെ ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അല്ല അറിയപ്പെടുന്നത്. ഈ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങളുമായും അവരുടെ ഒരു അംഗം, ആ കുടുംബത്തിലൊരു അംഗം എന്ന നിലയിലാണ് എന്നെ പരിഗണിക്കുന്നത്. ഞാൻ കൗൺസിലറായതിനു ശേഷമാണ് ഈ വാർഡ് വളരെ പിന്നോക്കം നിന്നിരുന്ന പട്ടണത്തോട് ചേർന്ന് കിടക്കുന്നൊരു വാർഡ് ചേരി പ്രദേശങ്ങൾ കൂടുതലുള്ള ഒരു ഭാഗമായിരുന്നു. 20 വർഷമായി ചാവക്കാട് നഗരസഭയിൽ ഈ വാർഡ് ഇടതുപക്ഷമാണ് ജയിച്ചിട്ടുള്ളത്. അതിനുശേഷം വലിയ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 20 വർഷക്കാലം നഗരസഭയും വാർഡ് കൗൺസിലറും ഇടതുപക്ഷത്തു നിന്നുണ്ടായിട്ടും ഈ വാർഡിന്റെ ദുരിതം മാറിയിട്ടില്ലെന്ന് UDF സ്ഥാനാർത്ഥി RK നൌഷാദ് പറയുന്നു. ചാവക്കാട് നഗരസഭ 20 വർഷം ഭരിച്ചിട്ട് തെക്കഞ്ചേരി നിവാസികളുടെ ദുരിതം കാണാൻ ഇതുവരെ നിലവിലുണ്ടായിരുന്ന കൗൺസിലർമാർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ മഴക്കാലം വന്നാൽ ഒരു മറ്റേ പാവപ്പെട്ടവരെ മാറി താമസിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം മുനിസിപ്പാലിറ്റി ചെയ്യാറില്ല. നെട്ടോട്ടമാണ്, കുടുംബങ്ങളിലേക്ക് നെട്ടോട്ടം ഓടേണ്ട ഗതികേടാണ്. അതുപോലെ തന്നെ സാധാരണ നിലയിൽ എല്ലാ മാസവും പെൻഷൻ കൊടുക്കാൻ ഇവർ കഴിയുന്നില്ല. 4-5 മാസം കൂടുമ്പോഴാണ് സാധാരണഗതിയിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ തന്നെ കൊടുക്കുന്നത്. അതും 2, 4, 5 മാസമൊക്കെ ഡ്യൂ ഇട്ടിട്ടാണ് പിന്നെ 2 മാസം 1 മാസം കൊടുക്കുന്നത്. ഈ പൈസ കിട്ടിക്കൊണ്ടാണ് പല ആളുകൾക്കും ഉപകാരമുള്ളത്. അതും കൂടി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിലുള്ള ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. വാർഡിൽ ശക്തി തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ് BJPക്ക് അവസരം ലഭിച്ചാൽ നിരവധി കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരുമെന്ന് സ്ഥാനാർത്ഥി AK വേലായുധൻ വ്യക്തമാക്കി. TCV ചാവക്കാട്. ത്രയോദശി ഊട്ടോടെ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ സമാപിച്ചു. തന്റെ ആശ്രിതനായിരുന്ന ഒരു ഭക്തനെ ഗുരുവായൂരപ്പൻ ശ്രാദ്ധം നടത്തുന്നുവെന്നാണ് ത്രയോദശി ഊട്ടിന്റെ സങ്കല്പം. അന്നലക്ഷ്മി ഹാളിൽ നടന്ന ഊട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ വൈകിട്ട് ശ്രീഭൂതബലിയും ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അസ്മിത സൗത്ത് സോൺ ഖേലോ ഇന്ത്യ വുമൺ വെയ്റ്റ് ലിഫ്റ്റിംഗ് മത്സരങ്ങൾ തൃശൂരിൽ തുടരുന്നു. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വിവിധ വിഭാഗങ്ങളിലായി യൂത്ത് ഗേൾസ്, ജൂനിയർ ആൻഡ് സീനിയർ വുമൺ മത്സരങ്ങൾ അരങ്ങേറി. സൗത്ത് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദേശീയ അന്തർദേശീയ നിലവാരം പുലർത്തുന്ന 200-ൽ പരം താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ വെള്ളിയാഴ്ച സമാപിക്കും. ഭരണഘടന ഒരു ആയുധമായി കയ്യിൽ കരുതണമെന്നും പൗരാവകാശങ്ങൾ ചോർത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നും ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് KR ആശ പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ വൈലോപ്പിള്ളി ഹാളിൽ സംഘടിപ്പിച്ച ഭരണഘടനയും ബഹുസ്വരതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. 7000-ഓളം സമൂഹങ്ങൾ ചേർന്നതാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ ബഹുസ്വരത. മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് മതിലുകൾ ഉണ്ടാകാൻ പാടില്ലെന്നും അഡ്വക്കേറ്റ് ആശ പറഞ്ഞു. അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. അക്കാദമി മാനേജർ PK മിനി, ലൈബ്രറിയൻ മനീഷ വാഗയിൽ, സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകത്ത് തെങ്ങിന് മുകളിലകപ്പെട്ട പൂച്ചയെ ഫയർഫോഴ്സ് താഴെയിറക്കി. കൂളിമുട്ടം തട്ടുങ്ങൽ സെന്ററിന് സമീപം മുൻ മെമ്പർ ഹസീന ഫത്താഹിന്റെ വീട്ടിലെ വളർത്തു പൂച്ചയാണ് വീടിനോട് ചേർന്ന് തെങ്ങിൽ കയറിയത്. കഴിഞ്ഞ ദിവസം നായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പൂച്ച പ്രാണരക്ഷാർത്ഥം തെങ്ങിന് മുകളിലേക്ക് ഓടിക്കയറിയത്. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞിട്ടും പൂച്ചയ്ക്ക് ഇറങ്ങാൻ കഴിയാതായതോടെ വീട്ടുകാർ ഫോറസ്റ്റ് RRT അംഗം അൻസാരിയെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സിന്റെ സഹായം തേടുകയുമായിരുന്നു. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ വീട്ടുടമ ഫത്താഹ് തന്നെയാണ് തെങ്ങിന് മുകളിൽ കയറി പൂച്ചയെ സുരക്ഷിതമായി താഴെയിറക്കിയത്. വടക്കാഞ്ചേരി മണലുത്തറയിലെ പ്രമുഖ വ്യാപാരി കുഴഞ്ഞു വീണ് മരിച്ചു. 82 വയസ്സുള്ള തേർക്കിൽ വീട്ടിൽ പത്മനാഭനാണ് മരിച്ചത്. ഊട്ടുപാറയിലെ വ്യാപാര സ്ഥാപനത്തിൽ കുഴഞ്ഞു വീണ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു.
ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,970 രൂപ, പവന് 95,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. രാഹുലിനെതിരെ ബംഗളൂരു സ്വദേശിയായ 23കാരി നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. കിഫ്ബി മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ED അയച്ച കാരണം കാണിക്കൽ നോട്ടീസ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ. ED നടപടിയിൽ വിശ്വാസമില്ലെന്ന് മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. തൃശൂരിൽ റൂട്ട് തെറ്റിച്ച് സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. 11 ബസ്സുകൾക്കെതിരെയാണ് നടപടിയെടുത്തത്. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. കൊറ്റനെല്ലൂർ പട്ടേപ്പാടം സ്വദേശി ആസിഫയാണ് മരിച്ചത്. ചേലക്കര ഉതുവടിയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 13 പേർക്ക് പരിക്ക്. പുതുക്കാട് PSC ചോദ്യപേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ജില്ലയിൽ നടന്ന PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.